ഇപ്പോൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കും? ഇന്ത്യ ടുഡേയും സി വോട്ടറും ചേർന്ന് നടത്തുന്ന പ്രശസ്തമായ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. വർഷത്തിൽ 2 തവണയാണ് മൂഡ് ഓഫ് ദ നേഷൻ എന്ന ഈ സർവേ നടക്കുന്നത്. അത് രാജ്യത്തെ ഏറ്റവും അംഗീകാരമുള്ള ഒരു സർവേയാണ്. അതുമാത്രമല്ല, ഇത് നടത്തുന്നത് BJP വിരുദ്ധ ആശയ പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ ടുഡേ ആണ്. അതിൻ്റെ സർവേ ഫലം സത്യത്തിൽ രാജ്യത്ത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. കാരണം സർവേ ഫലത്തിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ BJP ഒന്ന് ഉലയുന്നു എന്നാണ്. BJPക്ക് കഴിഞ്ഞ ജനുവരിയിൽ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലത്തിൽ ഉണ്ടായതിനേക്കാളും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അപ്പോഴിത് ആഘോഷിക്കേണ്ടതല്ലേ? ആഘോഷിക്കപ്പെടത്തില്ല. അതിന് കാരണം വേറെയാണ്. അത് പറയും മുമ്പ് ഏറ്റവും നിർണായകമായ 3 സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നത് ആദ്യം പറയാം. ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP-മാരെ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 80 സീറ്റുകളുണ്ട്. അതിൽ 38 സീറ്റുകളെ BJPക്ക് കിട്ടും. അതായത് കഴിഞ്ഞ പ്രാവശ്യം 400 സീറ്റുകൾ എന്നുള്ള നരേന്ദ്രമോദിയുടെ സ്വപ്നം തകർത്തത് ഉത്തർപ്രദേശാണെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും UP ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ ചിന്തിക്കും. 38 സീറ്റുകൾ മാത്രമേ കിട്ടൂ. 42% വോട്ടും BJPക്ക് കിട്ടും. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് 40% വോട്ടുകളെ കിട്ടൂ എങ്കിൽ കൂടിയും 41 സീറ്റുകൾ കിട്ടും. ശതമാനക്കണക്കും സീറ്റുകളുടെ എണ്ണവും തമ്മിൽ ചിലപ്പോൾ പൊരുത്തപ്പെടില്ല എന്ന് പറയുന്നതാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ. അപ്പോൾ BJPക്ക് ഒരു തിരിച്ചടി ഇക്കുറിയും ഉത്തർപ്രദേശിലുണ്ടാവും. എന്നാൽ മഹാരാഷ്ട്രയിലേക്ക് പോയാൽ, മഹാരാഷ്ട്രയിൽ BJP മുന്നണി NDA 31 സീറ്റുകൾ നേടും. അതായത് 49% വോട്ടുകൾ. ഇന്ത്യ മുന്നണിക്ക് 17 സീറ്റുകളെ കിട്ടുകയുള്ളൂ, 43% വോട്ടുകൾ. പശ്ചിമ ബംഗാൾ, ഇപ്പോൾ BJP ഇപ്പോൾ അധികാരം പിടിച്ചെടുത്ത സംസ്ഥാനമാണ്. അവിടെ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടരുന്നു. അവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നാൽ 35 സീറ്റുകൾ BJP ജയിക്കും. 7 സീറ്റുകൾ മാത്രമേ TMCക്ക്, തൃണമൂൽ കോൺഗ്രസിന് കിട്ടും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളെക്കുറിച്ച് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ? ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 25 വരെ രാജ്യത്ത് നടത്തിയ സർവേയുടെ ഫലമാണ് ഇതെന്ന് മൂഡ് ഓഫ് ദ നേഷൻ പറയുന്നു. 25,184 പേരെ സർവേ നടത്തി. 91,795 ആളുകളെ നേരിട്ട് കണ്ടുമാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് BJP സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളായി അവർ കാണുന്നത് രാഷ്ട്രീയ സ്ഥിരത. ഒരു രാജ്യം പുരോഗമിക്കാൻ സ്ഥിരതയുള്ള സർക്കാർ വേണം എന്ന് 13% ആളുകൾ പറയുന്നു. 13% പറയുന്നത് സ്റ്റേബിൾ ഗവൺമെൻറ്, അതിന് 13% വോട്ട് ചെയ്യുന്നു. രാമക്ഷേത്രത്തിന് വേണ്ടി 11% അനുകൂലമാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും മോദി സർക്കാർ വലിയ നേട്ടമുണ്ടാക്കി, അതിന് ഒരു 11% ആളുകൾ അനുകൂലമായി പറഞ്ഞു. എന്നാൽ കോട്ടങ്ങളായിട്ട് പറയുന്നത് വിലക്കയറ്റം രാജ്യത്തുണ്ട് എന്ന് 23% ആളുകൾ പറയുന്നു. തൊഴിൽ ഇല്ലാത്തവരുടെ എണ്ണം കൂടുന്നു എന്ന് 16% ആളുകൾ പറയുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വളരെ മോശമാണ് എന്ന് 14% ആളുകൾ പറയുന്നു. ഇന്ത്യ ടുഡേയുടെ തനി സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു സർവേയാണ്. നമുക്കറിയാം, സാമ്പത്തിക രംഗത്ത് രാജ്യം വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. GDP-യിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കി. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ വളർന്നു എന്ന് അന്താരാഷ്ട്ര കണക്കുകൾ പറയുമ്പോഴാണ് മൂഡ് ഓഫ് ദ നേഷൻ, ഇന്ത്യ ടുഡേ അവരുടെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലെ ഇങ്ങനെ ഒരു സർവേ ഫലം പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മോദിയുടെ ജനപ്രീതി എങ്ങനെയുണ്ട്? അതേക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ നരേന്ദ്രമോദി തന്നെയാണെന്ന് 48.7% ആളുകൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉടനെ അധികാരത്തിൽ വരുമെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്ന് 27% ആളുകളെ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്, മുമ്പൊക്കെ മമതാ ബാനർജിയാണ് 3ാം സ്ഥാനത്ത് വരാറുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 3ാം സ്ഥാനത്ത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ വിജയ് ആണ് എന്ന് പറയുന്നു. 9% ആളുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് 27% ആളുകൾ ആഗ്രഹിക്കുമ്പോൾ 48%, അതായത് 49% ആളുകൾ ആഗ്രഹിക്കുന്നത്
മോദി തൻ്റെ തുടരണം എന്നാണ്. നരേന്ദ്രമോദിയുടെ ജനകീയ അംഗീകാരം 58% എന്നും ഈ സർവേ പറയുന്നുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകും എങ്കിലും, നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ രൂപീകരിക്കപ്പെട്ടു വരുന്നു എങ്കിലും, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദി അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്ന ഒന്ന്. പക്ഷേ നമ്മൾ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൂഡ് ഓഫ് ദ നേഷൻ സർവേ ജനുവരിയിൽ നടന്നു. ജനുവരിയിൽ നടന്നപ്പോൾ 2026 ജനുവരി, ഈ വർഷം ആദ്യം നടന്നപ്പോൾ ബി ജെ പിക്ക് തനിച്ച് 287 സീറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് 272 എന്നുള്ള മാജിക് നമ്പർ, തനിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷത്തിൽ ബി ജെ പി എത്തും. 272 സീറ്റുകളുണ്ടെങ്കിൽ തനിച്ച് സർക്കാർ ഉണ്ടാക്കാം. 287 ബി ജെ പിക്ക് കിട്ടുമെന്നായിരുന്നു ജനുവരിയിൽ പറഞ്ഞത്. കോൺഗ്രസിന് 80 സീറ്റുകളെ കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു. ഇനിയാണ് ഇത്തവണത്തെ സർവേ എങ്ങനെയാണ് ബി ജെ പിക്ക് ഒരു സെറ്റ് ബാക്കായി മാറാൻ പോകുന്നത് എന്ന് സർവേ പറയുന്നത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ, ഇന്ന് നടന്നാൽ ബി ജെ പിക്ക് 261 സീറ്റുകൾ മാത്രമേ കിട്ടൂ. കോൺഗ്രസ്സിന് ജനുവരിയിൽ 80 എന്ന് പറഞ്ഞിരുന്നത് 106 സീറ്റുകൾ കിട്ടും. അതായത് 26 സീറ്റുകൾ ജനുവരിയിലെ സർവേ ഫലത്തേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് കിട്ടാനുള്ള സാഹചര്യം ഇപ്പോൾ രാജ്യത്തുണ്ട് എന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ പറയുന്നത്. നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ബി ജെ പിക്ക് ഇപ്പോൾ പാർലമെൻറ്റിലുള്ളത് 240 സീറ്റുകളാണ്. കോൺഗ്രസ്സിന് 99 സീറ്റുകളാണ്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ പാർലമെൻറ്റിലുള്ള 99 സീറ്റുകൾ 106 മാറും. പക്ഷേ ബി ജെ പിക്കും മെച്ചമാണ്. ബി ജെ പിക്ക് 240 ഉള്ളത് 261 മാറും. 21 സീറ്റ് ബി ജെ പിക്കും കൂടും. അപ്പോൾ പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവാണ്. നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ ജനുവരിയേക്കാളും നെഗറ്റീവാണ്. ജനുവരിയിൽ 287 പറഞ്ഞത് ഇപ്പോൾ 261 ആകുമെന്നാണ് സർവേ പറയുന്നത്. അതിന് മാത്രമുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം, നേരത്തെ പറഞ്ഞല്ലോ 272 സീറ്റുകളാണ് സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടത്. എൻ ഡി എ ബി ജെ പി മുന്നണിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് തനിച്ച് 261, ബി ജെ പിയുടെ സഖ്യകക്ഷികളും ചേർന്ന് 326 സീറ്റുകളിലേക്ക് എൻ ഡി എ എത്തും. എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. അപ്പോൾ ചെറിയ ഉലച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ ആ ഉലച്ചിലിനെ മറികടക്കും. 326 സീറ്റുകളുമായി വീണ്ടും ബി ജെ പി സർക്കാർ, മോദി സർക്കാർ അധികാരത്തിൽ തുടരുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. ബി ജെ പിക്ക് 240 സീറ്റുകൾ ഉള്ള ബി ജെ പിക്ക് 21 സീറ്റുകൾ അധികം കിട്ടി 261 എന്ന നമ്പറിലേക്ക് എത്തും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക്. പക്ഷേ ജനുവരിയിൽ 352 സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞത് 26 സീറ്റുകൾ കുറയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ കാര്യം നോക്കുമ്പോൾ കോൺഗ്രസിന് 106 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമെങ്കിലും മുന്നണി എന്ന നിലയിൽ കോൺഗ്രസ് മുന്നണിക്ക് 52 സീറ്റുകൾ നഷ്ടപ്പെടും. അതായത് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 52 സീറ്റുകൾ കുറവേ കിട്ടൂ. അങ്ങനെയും ഈ സർവേ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർവേ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ്. ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ 234 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് പാർലമെൻറ്റിലുള്ളത്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 182 സീറ്റുകളായിട്ട് കുറയും. 52 സീറ്റ് കുറയും. ഇത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മറ്റൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ DMK, കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്ന DMK എൻ ഡി എയുടെ ഭാഗമാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. DMK കൂടെ എൻ ഡി എയുടെ കൂടെ വരുമെന്നത് കണക്കിലെടുക്കാതെയാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ DMK കൂടെ വരികയാണെങ്കിൽ ഒരു 10-15 സീറ്റുകൾ കൂടി NDA മുന്നണിക്ക് അധികം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല. അതും നമ്മൾ കണക്കിലെടുക്കണം. ഏതായാലും വളരെ ചില സെറ്റ് ബാക്കുകൾ ബി ജെ പിക്ക് രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. അത് സമീപകാലത്തുണ്ടായ ഈ പ്രക്ഷോഭങ്ങളുടെയും മോദിയുടെ ഇമേജ് എങ്ങനെയെങ്കിലും ചീത്തയാക്കുക എന്നതിൻ്റെ ഭാഗമായി ആസൂത്രിതമായി നടത്തിയ ഒരു ടൂൾ കിറ്റിൻ്റെ ഭാഗമായിട്ട്
ഉള്ള ഒരു നാരേറ്റീവ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് ഈ സെറ്റ് ബാക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടാം. അപ്പോൾ ഈ ഇന്ത്യ ടുഡേയും സി വോട്ടർ ചേർന്ന് നടത്തിയ ഈ സർവേ ആഘോഷിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്നാൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും, മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരും, ഇന്ത്യ മുന്നണിക്ക് 52 സീറ്റുകൾ കുറയുന്ന സാഹചര്യവും ഉണ്ടാകും എന്നതുകൊണ്ട് ഇത് ഉറക്കെ പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് പഠിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ ഇലക്ഷൻ അറിയാമല്ലോ. തമിഴ്നാട്ടിൽ നമ്മൾ കരുതി എന്താ, അവരെല്ലാം ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ എന്ന 2 ഓപ്ഷനിൽ മാത്രം നിൽക്കും എന്ന് കരുതിയപ്പോൾ വീട്ടിലെ മുതിർന്നവരാണ് രാഷ്ട്രീയം തീരുമാനിക്കുന്നത് എന്ന് പരമ്പരാഗതമായി നമ്മൾ കരുതിയിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ സംഭവിച്ച ഒരു ഫിനോമിനെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് വീട്ടിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ നിർബന്ധിച്ച് ടി വിക്ക് വേണ്ടി ഇക്കുറി വോട്ട് വിജയിക്ക് എന്ന് വീടുകളിലെ കുട്ടികൾ പ്രേരിപ്പിച്ച് കുട്ടികൾ മാതാപിതാക്കളെ ഡി എം കെക്കാരെയും എ ഡി എം കെക്കാരെയും ഒക്കെ മനസ്സ് മാറ്റിയെടുത്തു. അതാണ് തമിഴ്നാട്ടിൽ നടന്നത് എന്ന് കാണുന്നുണ്ട്. ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാത്ത ഒരു പ്രതിഭാസമാണത്. ഒരുപക്ഷെ ഈ ജെൻസി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോയി അവർ രാജ്യവ്യാപകമായി, തമിഴ്നാട്ടിലെ പരീക്ഷണം പോലെ രാജ്യവ്യാപകമായി വീട്ടിലുള്ള മുതിർന്നവരുടെ വോട്ടുകൾ എങ്ങോട്ടെങ്കിലും ചാനലൈസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാക്കിയാൽ ചിത്രമൊക്കെ മാറും. മോദി മാത്രമാണ് ഏക ആശ്രയം എന്ന തരത്തിൽ ബി ജെ പി ഇനി ചിന്തിക്കാൻ പാടില്ല എന്നൊരു സന്ദേശം ഈ സർവേയും തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ബി ജെ പി മനസ്സിലാക്കും, തിരുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലുമൊക്കെ ചെറുപ്പക്കാരെ, ജൻസികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ നാരേറ്റീവ് ബിൽഡിങ്ങുകൾ ബി ജെ പിയുടെ പുതിയ സോഷ്യൽ മീഡിയ ടീം ആരംഭിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലെ പിടിക്കുക, ചെറുതിലെ പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ പിടിക്കുക, ചെറുപ്പക്കാരെ പിടിക്കുക. 2029 തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും രാജ്യത്ത് വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ 25% ചെറുപ്പക്കാരായിരിക്കും, ജൻസികളായിരിക്കും എന്നുള്ള തിരിച്ചറിവിൽ അവരുടെ മുന്നിൽ ഈ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യം നേടിയെടുത്ത അഭിമാനകരമായ നേട്ടങ്ങളെ വരച്ചു കാണിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ സി ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.